നമസ്കാരം ചേട്ടാ. നമസ്കാരം ജേഷി, പറഞ്ഞോട്ടെ. നമ്മളിപ്പോൾ മഞ്ഞുമേൽ പള്ളിയിലാണ് വന്നിരിക്കുന്നത്. അതെ, ഇവിടെ പെരുന്നാളായിരുന്നു 8-ാം തീയതി. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് നമ്മളിവിടെ എത്തിയത്. അതിന് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു ലൈറ്റുകളും? അതെ അതെ അതെ. എങ്ങനെയുണ്ട് ഒരു ചുറ്റുപാടും അന്തരീക്ഷമൊക്കെ? മറ്റുള്ള പള്ളികളെ വെച്ചിട്ട് മഞ്ഞുമേൽ പള്ളിക്ക് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതെ അതെ അതെ. പ്രത്യേക ഒരു പ്ലസന്റ് ഫീലിംഗ് ഇവിടെ വരുമ്പോൾ തോന്നുന്നുണ്ട്. ഇവിടുത്തെ മാതാവിന് ഒരുപാട് അത്ഭുത സിദ്ധിയുള്ള മാതാവാണ് ഇവിടുത്തെ മാതാവ്. അതായത് പണ്ട് ഇവിടെ ബ്രിട്ടീഷുകാർ യുദ്ധത്തിന് വരുന്ന സമയത്ത് ഇവിടെ ദേശം മഞ്ഞ് കൊണ്ട് മൂടി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മാതാവ് അങ്ങനെയാണ് മഞ്ഞമ്മൽ എന്ന സ്ഥലം പേര് വന്നതെന്നാണ് കേട്ടിരിക്കുന്നത്. അതെ. ചേട്ടൻ്റെ ഇവിടുത്തെ അനുഭവം എന്താണ്? എൻ്റെ അനുഭവം, ഞാൻ എല്ലാ വർഷവും മാതാവിൻ്റെ അടുത്ത് വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ പെരുന്നാളിന് വരാൻ പറ്റിയില്ല. അതൊരു വിഷമകരമായിട്ട് ഉള്ളൊരു ദുഃഖമായിട്ട് ഇപ്പോഴും കിടപ്പുണ്ട്. കഴിഞ്ഞ വർഷം വരാൻ പറ്റിയില്ല. പക്ഷേ കഴിഞ്ഞ വർഷം ചില സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം മാതാവിൻ്റെ അടുത്ത് തീർച്ചയായിട്ടും വീണ്ടും വന്നിരിക്കുകയാണ്. അതൊരു മനസ്സിന് സന്തോഷമായില്ല ഈ വർഷം ചേട്ടൻ വീട്ടിൽ കാണാൻ വന്നപ്പോൾ, ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം? തീർച്ചയായിട്ടും. ഞാൻ കഴിഞ്ഞ വർഷം പോവാത്ത പല സ്ഥലങ്ങളിലും ഈ വർഷം ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. അതെ, തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ദേവാലയത്തിൽ വെച്ച് കാണാം. അതുവരേക്കും എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.